മറ്റൊരു തട്ടിപ്പിന്റെ വാർത്ത കൂടി വരികയാണ്. വിരമിച്ച ജഡ്ജിയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പിന് ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. അഭിഭാഷകനിൽ നിന്നും പണം തട്ടാനാണ് ശ്രമം ഉണ്ടായത്. 25,000 രൂപ ആവശ്യപ്പെട്ടായിരുന്നു സന്ദേശം എന്നാണ് പുതുതായി അറിയാൻ കഴിയുന്ന മറ്റൊരു തട്ടിപ്പിന്റെ വാർത്ത വരുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, സൈബർ പോലീസാണോ ഈ ഒരു തട്ടിപ്പ് കണ്ടെത്തിയത്? ഏത് ജഡ്ജിയുടെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്? സൈബർ പോലീസ് തട്ടിപ്പിന് പിന്നിലുള്ള ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. പരാതി ലഭിച്ചിട്ടേ ഉള്ളൂ. ഇത് തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലെ അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജുവിൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്കാണ് ഒരു സന്ദേശം വന്നത്. അതും വിരമിച്ച വിജിലൻസ് കോടതി ജഡ്ജിയുടെ പേരിലാണ് ഈ സന്ദേശം വന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ മെസ്സഞ്ചറിലൂടെ ഈ ഒരു സന്ദേശം വരുന്നത്. അതായത് തൻ്റെ സുഹൃത്തിന് അത്യാവശ്യമായി പണം ആവശ്യമുണ്ട്, അർജൻറ്റാണ്, ഒരു 25,000 രൂപ ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് അയച്ചു നൽകണം എന്നായിരുന്നു ആ സന്ദേശം. അപ്പോൾ കൂടുതൽ ചാറ്റിംഗ് അതിനകത്ത് നടക്കുന്നുണ്ട്. തൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് അഭിഭാഷകൻ പറയുമ്പോൾ മറ്റാരുടെയെങ്കിലും പക്കൽ നിന്ന് ഞാൻ തരുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു നമ്പറും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഭിഭാഷകൻ പറയുന്നത് എൻ്റെ കയ്യിൽ 200 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് മറ്റ് സുഹൃത്തുക്കളുടെ നിന്ന് സംഘടിപ്പിച്ച് നൽകാനാണ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ നൽകിക്കൂടെ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ തൻ്റെ കയ്യിലും പൈസ ഇല്ല എന്ന് ആ ജഡ്ജിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന സന്ദേശത്തിൽ പറയുന്നുണ്ട്. പിറ്റേന്ന് വീണ്ടും ഈ മെസ്സഞ്ചറിൽ അഭിഭാഷകൻ ഇങ്ങനൊരു പണം ചോദിച്ചുകൊണ്ട് സാറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് സന്ദേശം വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹവും ഈ കാര്യം തിരിച്ചറിയുന്നത്. ഉടൻ തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു എന്ന് റിട്ടയർഡ് ജഡ്ജ് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് രണ്ടുപേരും സൈബർ പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. പണം ചോദിച്ച് സന്ദേശം അയച്ചതിന് സൈബർ തട്ടിപ്പാണെന്ന പേരിൽ അഭിഭാഷകനും സൈബർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. തൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു എന്നുള്ള പരാതി റിട്ടയർഡ് ജഡ്ജിയും നൽകിയിട്ടുണ്ട്. ഏതായാലും സൈബർ പോലീസ് അത് അന്വേഷിക്കുകയാണ്. കാരണം ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കടന്നു കയറി ആ അക്കൗണ്ടിൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ സന്ദേശം അയക്കുന്നത് ഗൗരവമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സൈബർ പോലീസ് ഇത് കാര്യമായി എടുത്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്.